അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായി നമുക്ക് വളരെ പെട്ടെന്ന് കോച്ചിങ് കിട്ടുന്നുണ്ട്. അന്ന് മുജീബ് സാറെ പരിചയപ്പെട്ടില്ല ഇതിന് മുമ്പ്. അപ്പോൾ കിട്ടിയ ഒരാളിൽ നമുക്ക് ഏറ്റവും അവൈലബിൾ ആയ ഒരാളെ വെച്ചിട്ടുണ്ട് ഒരു ടെസ്റ്റ് നടത്തി. അത് അതിന് തന്നെ ഫ്ലോപ്പ് ആയതുകൊണ്ട് എൻ്റെ സെക്കൻഡ് ലെവലിൽ പോയിട്ടില്ല. അതാണ് അന്നുണ്ടായത്. പക്ഷെ മുജീബ് സാറ് ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്ത് 2 സെഷനിൽ പോയതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് സാറോട് സംസാരിക്കുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് ഓഫീസിൽ വരാം എന്ന് സാറ് പറഞ്ഞു. വന്നു സിറ്റിങ്ങിൽ തന്നെ എൻ്റെ ടീം ഹാപ്പി ആയിരുന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. നമ്മളൊരാളെ സജസ്റ്റ് ചെയ്ത് വരെ വന്നു, ആ ടീം എന്ത് ചെയ്തു, ഹാപ്പി. വളരെ വേഗത്തിൽ തന്നെ നമ്മൾ 2 ദിവസത്തെ മാത്രം ഏർപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്തത് ഈ ഒരു സിറ്റിങ്ങിൽ ഇരുന്നത്. അൽഹംദുലില്ലാ. ഇത് ഞാൻ വിചാരിക്കുന്നത് എന്താ, നമ്മൾ സെറ്റ് ചെയ്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓട്ടോ സജഷൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ്. കാരണം മാസ്റ്റർ മൈൻഡ് അലയൻസ് എന്ത് ചെയ്യണം, എത്രയും വേഗം നടക്കണം. അപ്പോഴേ നമുക്ക് ഗോൾ ചെയ്യാൻ പറ്റും. അത് കണ്ടിട്ട് തന്നെയാണ് ടീമിന് ഇങ്ങനെ ഒന്ന് വേണമെന്നുള്ളത് പ്ലാൻ ചെയ്തത്. പിന്നെ സാറ് വന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം എനിക്കറിയാം സാറിൻ്റെ ശൈലി കണ്ടിട്ടും കണ്ടാണ് ഒരു സമയം സാറ് നഷ്ടപ്പെടുത്താറില്ല. മാത്രമല്ല ചിലപ്പോൾ വലിയ ട്രെയിനിങ് ഒക്കെ നമുക്ക് കിട്ടും. അത് അത്രയും വലിയ ആളുകളെ അവരിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാനും അവരിങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ ഭയങ്കര ബ്ലോക്കേജ്. ഇത് സാറിനെ സംബന്ധിച്ചത് അങ്ങനത്തെ ഒന്നുമില്ല. ഏത് ലെവലിലേക്കും ഇറങ്ങുമെന്ന് നമുക്ക് എന്താണോ വേണ്ടത് അത് തിരിഞ്ഞാൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം വെച്ചാൽ സാധാരണ പല ട്രെയിനിങ്ങിനും കുറേ ചെറുതാണ്ടാവും. ഇത് ഒന്നും ഞങ്ങൾക്ക് വേണ്ടാത്ത ഒരു സാധനം പോലും ഇല്ല. സാറ് തന്നിട്ടില്ല എന്നുള്ളത് എല്ലാം ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും. താങ്ക് യു സോ മച്ച്.